നമ്മുടെ വിഷയം ഏറ്റവും കാലികമായ ഒരു വിഷയമാണ്. സ്ത്രീ ശാക്തീകരണം, സ്വാതന്ത്ര്യം, ഖുർആൻ അവകാശങ്ങൾക്ക് കാവലിരിക്കുന്നു എന്നുള്ളത് 3 ടേമുകളാണ്, സാങ്കേതിക പദങ്ങളാണ് ഈ വിഷയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ശാക്തീകരണം അഥവാ എംപവർമെൻറ്റ്, മറ്റൊന്ന് സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നോ ലിബർട്ടി എന്നോ പറയാം, മറ്റൊന്ന് അവകാശങ്ങൾ, റൈറ്റ്സ്. ഈ അവകാശങ്ങൾപ്പെട്ട ശാക്തീകരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഖുർആൻ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി എത്രമാത്രം ശബ്ദിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നുള്ളത് ലോകത്തെ എല്ലാ ഭരണഘടനകളും നൽകുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ലിബർട്ടി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ ലിബർട്ടി, സ്വാതന്ത്ര്യം? ഒരിക്കലും ഇന്ത്യയിലെ ഒരു മനുഷ്യനും അബ്സല്യൂട്ട് ലിബർട്ടി ഇല്ല, അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. പലജാതി കാരണങ്ങളാൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളോ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. നമ്മുടെ പാർലമെൻറ്റോ നിയമസഭകളോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ സമാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. അതുപോലെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. ഇതുപോലെ ലോകത്തെ എല്ലാ മനുഷ്യരും അതാത് രാഷ്ട്രങ്ങളിലെ അതാത് പ്രദേശങ്ങളിലെ നിയമങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് അവരാസ്വദിക്കുന്നതും. അതിനാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുക. ഒരിക്കലും സർവാത്മന സ്വാതന്ത്ര്യം, 100% സ്വാതന്ത്ര്യം, എനിക്കിഷ്ടപ്പെട്ടതുപോലെ എനിക്ക് നടക്കാം, എന്നെ ആരും ഇവിടെ നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആശയം ലോകത്തൊരു ഭരണഘടനയും സംവിധാനിച്ചിട്ടില്ല, ആരും തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇത്തരം ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യന് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീക്ക് എംപവർമെൻറ്റ്, ശാക്തീകരണം ആവശ്യമാണ്. എന്താണ് ശാക്തീകരണം എന്നുള്ള പദത്തെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ഏത് സംഗതികൾക്കും ചില ഫാക്ടേഴ്സ് കണ്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഇൻഡിക്കേറ്റേഴ്സ്, അവയെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവും. ആ ഘടകങ്ങൾ, ഒരാൾ ശക്തിപ്പെട്ടു, ശാക്തീകരണത്തിന് വിധേയമായി എന്ന് എപ്പോഴാണ് പറയുക? അദ്ദേഹത്തിന് ജീവിക്കാൻ അവകാശം വേണം, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ആവശ്യമുണ്ട്, ജോലി ആവശ്യമുണ്ട്, പാർപ്പിടം വേണം, വൈവാഹികമായ ബന്ധങ്ങളും അതനുസരിച്ച് മുന്നോട്ടു പോകാനുമുള്ള അവകാശം വേണം, സ്വത്തവകാശം വേണം, വാർദ്ധക്യത്തിലും ചൈൽഡ്ഹുഡിലും അദ്ദേഹത്തെ നോക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്, മരണാനന്തരം റെസ്പെക്റ്റ് കിട്ടണം, നിയമപരമായിട്ട് ഇത്തരം എന്തെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ നേരിടാനുള്ള ശക്തമായ സംവിധാനം വേണം, സ്വാതന്ത്ര്യം വേണം. ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യൻ ശാക്തീകരണത്തിന് വിധേയമാണ്, ആ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ആമുഖത്തോടു കൂടി ഞാൻ ഒരു ആമുഖം കൂടി, 2 ആമുഖങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ ഈ വിഷയത്തെ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്താണ് ശാക്തീകരണം എന്ന് ഞാൻ പറഞ്ഞു. നമുക്കുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നുള്ളത് അത് അബ്സല്യൂട്ട് ഫ്രീഡം അല്ല, മറിച്ച് ആയിരക്കണക്കിന് നിയമങ്ങൾക്കകത്ത് നിന്നിട്ടുള്ള ഫ്രീഡം, ലക്ഷക്കണക്കിന് പോലീസ് നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കിടയിലുള്ള നിയമം, പ്രാദേശികമായിട്ടുള്ള ധാരാളം നിയമങ്ങൾക്കിടയിലുള്ള ഒരു സ്വാതന്ത്ര്യം, അതുപോലെ നമ്മളുടെ കൾച്ചർ, നമ്മളുടെ കസ്റ്റംസ്, ഇതുപോലത്തെ വ്യത്യസ്തമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഇടയിലുള്ളൊരു സ്വാതന്ത്ര്യം, അത് മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ ഭരണഘടനകളും മുഴുവൻ സംവിധാനങ്ങളും മനുഷ്യന് നൽകുന്ന ലിബർട്ടി, സ്വാതന്ത്ര്യം എന്നും ആമുഖമായി പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തു നോക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ. ഒരു റിപ്പോർട്ട് പോലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല, സ്ത്രീകൾ സർവ്വസ്വതന്ത്രരായിട്ടാണ് ഇന്നത്തെ ലോകത്ത് നടക്കുന്നത് എന്ന് ഒരു റിപ്പോർട്ടും ലോകത്തോട് സംസാരിച്ചിട്ടില്ല. എല്ലാ റിപ്പോർട്ടുകളും വളരെ മലീമസമായ കഥകൾ, അല്ലെങ്കിൽ വളരെ വേദജനകമായ അവസ്ഥകൾ, സ്റ്റാറ്റിസ്റ്റിക്സാണ് നിരന്തരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്തുള്ള ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ വന്നത് എന്നുണ്ടെങ്കിൽ
സിനിമക്കപ്പുറത്തുള്ള മുഴുവൻ ഏരിയകളിലും ഇതുപോലെ കമ്മീഷനെ വെച്ചാൽ ഒരുപക്ഷെ ഇതിലപ്പുറം വേദനാജനകമായ ഒരു റിപ്പോർട്ടായിരിക്കും നമുക്ക് വരിക. ഞാൻ 4 രാഷ്ട്രങ്ങളെ ഇവിടെ ഉദ്ധരിക്കുന്നു. ഒന്നാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക. അമേരിക്കയെക്കുറിച്ച് അമേരിക്കയുടെ ഔദ്യോഗിക സർക്കാർ വൃത്തങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് 43.6% സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ വയലൻസിന് അവർ വിധേയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 43.6% എന്ന് പറഞ്ഞാൽ ഏകദേശം അമേരിക്കയിലെ പകുതിയോളം വരുന്ന സ്ത്രീകളും അവർ ഈ ലൈംഗികമായ അതിക്രമങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് US-ൻ്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ 5-ൽ ഒരാൾ അവർ പിന്നീട് അതിനെ വിശദീകരിക്കുന്നു. അമേരിക്കയിലെ സ്ത്രീകളുടെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അതിൽ 5-ൽ ഒരാൾ റേപ്പിന് വിധേയമായിട്ടുണ്ട്, ബലാത്സംഗത്തിന് വിധേയമായിട്ടുണ്ട്. 4-ൽ ഒരാളെ ബലാത്സംഗം ചെയ്തത് അവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് തന്നെയാണ്. ഒപ്പം നടക്കുന്ന ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞോ മറ്റു പേരുകളിൽ ഒപ്പം നടക്കുന്നവർ തന്നെയാണ് അമേരിക്കയിൽ ഓരോ ദിവസവും ഇത്തരം റേപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നു. ഇനി നമ്മൾ യൂറോപ്യൻ രാഷ്ട്രമായ UK-യിലേക്ക് വരിക. ബ്രിട്ടനിലേക്ക് വന്നാൽ അവിടുത്തെ UN-ന് വേണ്ടി പഠിച്ച കമ്മീഷൻ, ഓൾ പാർട്ടി പാർലമെൻ്ററി ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്മീഷൻ പഠിച്ച റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടനിൽ 97% സ്ത്രീകളും സെക്ഷലി ഹറാസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. 97% സ്ത്രീകളും സെക്ഷലി ഹറാസ്ഡ് ആണ്. നമ്മളെ നാട്ടിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടോ മറ്റു റിപ്പോർട്ടുകളെ പോലെയൊന്നുമല്ല, അതിലപ്പുറം വളരെ ഭീകരമായൊരു കണക്ക് UK പുറത്തുവിടുന്നു. എന്ന് മാത്രമല്ല 71% സ്ത്രീകളും ഈ കമ്മീഷനോട് അവർ സെക്ഷലി ഹറാസ്ഡ് ആയിട്ടുണ്ട്, വയലൻസിന് വിധേയമായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുമ്പോൾ 3% സ്ത്രീകൾ മാത്രമാണ്, UK-യിലെ 3% സ്ത്രീകൾ മാത്രമാണ് ഞങ്ങൾ ഒരു തരത്തിലും സെക്ഷൽ ഹറാസ്മെൻറ്റിന് വിധേയമായിട്ടില്ല എന്ന് പറയാൻ ധൈര്യപ്പെട്ടത് എന്ന് കമ്മീഷൻ പറയുന്നു. ഇനി മൂന്നാമതൊരു രാഷ്ട്രം, നമ്മുടെ ഇന്ത്യ രാഷ്ട്രം. ഇക്കാലത്ത് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 16-ന് കൊൽക്കത്തയിൽ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം നമുക്കറിയാം. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നിന്നിറങ്ങുന്ന റോയിട്ടേഴ്സ് പത്രം ഓഗസ്റ്റ് 16-ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യയിൽ 15 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പിങ്ങിന് വിധേയമാകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോൺഫറൻസ് തുടങ്ങിയതിന് ശേഷം എത്ര 15 മിനിറ്റുകൾ കഴിഞ്ഞു എങ്കിൽ ഈ 18 സമയത്തിനിടയിൽ ഇന്ത്യയുടെ പല ദിക്കുകളിലും പല ജാതി റേപ്പുകളും സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് റോയിട്ടേഴ്സ് കഴിഞ്ഞ മാസം പുറത്തെടുക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, റോയിട്ടേഴ്സ് പറയുന്നു 2012 ഡൽഹിയിൽ നടന്ന റേപ്പിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 2014 ഒരുപാട് നിയമങ്ങളൊക്കെ മാറ്റി. എങ്കിലും ഇന്ത്യയിൽ റേപ്പ് കേസുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വരെ 200% റേപ്പ് കേസ് കൂടിയത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 4-മത്തെ രാഷ്ട്രം ഞാൻ ഉദ്ധരിക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ ബ്രിട്ടനിൽ 97% സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു. അമേരിക്കയിൽ 47.3% സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിൽ 15 മിനിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു, റേപ്പിങ്ങിന് വിധേയമാകുന്നു എങ്കിൽ സൗദി അറേബ്യൻ ഗവൺമെൻറ് വിട്ട കണക്കല്ല, പാശ്ചാത്യ രാഷ്ട്രങ്ങളും മറ്റ് മീഡിയകളും എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് കിട്ടിയ കണക്ക് 0.3%, 99% അല്ലെങ്കിൽ 1% എന്നുപോലും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ 99% സ്ത്രീകളും സുരക്ഷിതരാണ്. അല്ലെങ്കിൽ 99.7% സ്ത്രീകളും സുരക്ഷിതരാണ്. വെറും 0.3% സ്ത്രീകൾ മാത്രമാണ് റേപ്പിങ്ങിന് വിധേയമായത് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിന് അവർക്ക് വിധേയപ്പെടേണ്ടി വന്നത് എന്ന് സൗദി അറേബ്യയെക്കുറിച്ചുള്ള കണക്കുകൾ പറയുന്നു. ലോകത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ഏതാണ്? അത് ഇൻഷുർ മൈ ട്രിപ്പ് പോലത്തെ ലോകപ്രശസ്തമായ കമ്പനികൾ പറയുന്നു. അവരുടെ കമ്പനി പോളിസി അനുസരിച്ച് അവർ നടത്തിയ സർവേ അനുസരിച്ച് പറയുന്നു ലോകത്തിലെ ഏറ്റവും സ്ത്രീകൾക്ക് സേഫസ്റ്റ് സിറ്റി എന്നുള്ളത് അത് മദീനയാണ്. സൗദി അറേബ്യയിലെ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മദീനയാണ് എന്ന് പറയുന്നു. ഈ ആമുഖം കൂടി പറഞ്ഞ്
ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ഒരു അല്പഭാഗം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ 2 ആമുഖം ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് എൻ്റെ വിഷയത്തിൻ്റെ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്ത് ലിബർട്ടിയെ എങ്ങനെയാണ് നിർവചിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. എംപവർമെൻറ്റ്, ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ ഇന്നത്തെ മൊത്തത്തിലുള്ള കണക്ക്, നമ്മുടെ കേരളത്തിലൊരു കണക്ക് മാത്രമല്ല, ലോകത്തിലെ മൊത്തത്തിലുള്ളൊരു കണക്കും ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ ശരീഅത്തിനെയാണ് പരിചയപ്പെടുത്തിയത്, ഒരു നിയമവ്യവസ്ഥിതിയാണ് പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ ഒരു ശരീഅത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏത് നിയമങ്ങൾക്കും, ഏത് കോൺസ്റ്റിറ്റ്യൂഷനും, ഏത് റൂൾസിനും റെഗുലേഷൻസിനും ചില ഒബ്ജക്റ്റീവ്സുകളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ മഖാസിദ് എന്ന് അറബിയിൽ പറയുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. എന്താണ് നമ്മുടെ ശരീഅത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്? മഖാസിദ് ശരീഅ എന്നുള്ളത് അത് 6 ആണ് പണ്ഡിതന്മാർ എണ്ണിയത്. ഈ 6 ആകത്തുക ഹിഫ്ല് എന്ന സുരക്ഷ എന്നുള്ളതാണ്. ഹിഫ്ലുൻ നഫ്സ്, ശരീരത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ ജീവൻ്റെ സുരക്ഷ. ഹിഫ്ലുൽ മാല്, സമ്പത്തിൻ്റെ സുരക്ഷ. ഹിഫ്ലുൽ ഇർള്, അഭിമാനത്തിൻ്റെ സുരക്ഷ. ഹിഫ്ലുൻ നസ്ൽ, കുടുംബത്തിൻ്റെ സുരക്ഷ. ഹിഫ്ലുൽ അഖ്ല്, ബുദ്ധിയുടെ സുരക്ഷ. അതുപോലെ ഹിഫ്ലുദ്ദീൻ, മതത്തിൻ്റെ സുരക്ഷ. ഈ 6 സുരക്ഷകളാണ് നമ്മുടെ ശരീഅത്ത് കൊണ്ടുള്ള അടിസ്ഥാന ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഈ ശരീഅത്ത് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്താണ്? അത് സെക്യൂരിറ്റിയാണ്, സെക്യൂർ ആകുക എന്നുള്ളതാണ്, സേഫ് ആകുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? നിങ്ങളെല്ലാവരും സെക്യൂർഡായിട്ട്, സേഫായിട്ട് ഈ ഭൂമുഖത്ത് ജീവിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അത് സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും ഇങ്ങനെ സെക്യൂർഡായിട്ട്, സേഫായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ സ്ത്രീയെയും പുരുഷനെയും സംവിധാനിക്കുക, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ്റെയും നമ്മുടെ ശരീഅത്തിൻ്റെയും ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സിനെ ഞാൻ ഒന്നും കൂടി പറയുന്നു. ഒന്ന്, ശരീരത്തെ സംരക്ഷിക്കുക. ഏത് സ്ത്രീക്കും പുരുഷനും ശരീരത്തെയും ജീവനെയും സംരക്ഷിക്കാനുള്ള അവകാശം നമ്മുടെ ശരീഅത്ത് നൽകുന്നുണ്ട്. അഭിമാനം സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. കുടുംബം സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താവട്ടെ, ഇവിടെ ഏത് സംവിധാനങ്ങളാവട്ടെ, ഈ 3 കാര്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സംവിധാനം പൊളിഞ്ഞതാണ് എന്ന് നമുക്കറിയാം. മതമാവണമെന്നില്ല, ഒരു ഭരണഘടനയാവട്ടെ, ഒരു രാഷ്ട്രമാകട്ടെ, ഏത് സംവിധാനമാകട്ടെ, ജീവിക്കാനും അഭിമാനത്തിനും കുടുംബത്തിനും സംരക്ഷണം നൽകാൻ ആ മതത്തിനോ സംവിധാനത്തിനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മതം പരാജയമാണ്, ആ പ്രത്യയശാസ്ത്രം പരാജയമാണ്, ആ വിശുദ്ധ വേദം പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഓരോ ആയത്തുകളും നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയാൽ, സ്ത്രീക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം നൽകി എന്ന് മാത്രം പറഞ്ഞു വച്ചാൽ മതിയാകില്ല. വളരെ സുരക്ഷയോടുകൂടി, അവളുടെ അഭിമാനം സംരക്ഷിക്കുന്നതോടുകൂടി, കുടുംബം സംരക്ഷിക്കുന്നതോടുകൂടി, ശരീരം സംരക്ഷിക്കുന്നതോടുകൂടി, സ്വത്തും ബുദ്ധിയും മറ്റെല്ലാ സംഗതികളും വളരെ കൃത്യമായി സംരക്ഷിക്കുന്നതോടുകൂടി സ്ത്രീകളെ ഇവിടെ ജീവിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും പരിശുദ്ധ ഖുർആൻ നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ചില പരാമർശങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി, ഞാനതുകൊണ്ട് നീട്ടി സംസാരിക്കുകയല്ല. എന്താണ് ഇന്ന് വളരെ വലിയ ഒരു ആക്ഷേപമായിട്ട് നമ്മളുടെ പരിശുദ്ധ ഖുർആനെതിരെയും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷേപമാണ് സ്ത്രീകളിങ്ങനെ മൂടുപടം അണിഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ പുരുഷനെപ്പോലത്തെ സ്വാതന്ത്ര്യം അത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കില്ല എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാൽബീബിഹിന്ന. ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, അങ്ങയുടെ പെൺമക്കളോട് പറയണം, ലോകത്തുള്ള മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ സ്ത്രീകളോട് പറയണം, അവരൊക്കെ അവരുടെ മുഖങ്ങൾ മറച്ചുകൊണ്ടാണ് അവരൊക്കെ നടക്കേണ്ടത്. ഇതിൻ്റെ കാരണം പറഞ്ഞിട്ട് മുഖങ്ങളൊക്കെ മറക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുഅദൈൻ. എന്തിനാണ് നിങ്ങൾ മുഖം മറക്കേണ്ടത്? നിങ്ങളെ തിരിച്ചറിയപ്പെടുകയും അങ്ങനെ നിങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീയെയും ആക്രമിക്കപ്പെടരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിനാണ്
പരിശുദ്ധ ഖുർആൻ ലോകത്തെ മുസ്ലിം സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ മുഖം മറച്ചുകൊണ്ട് നടന്നുകൊള്ളുക, എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, നിങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മറക്കേണ്ടത് സ്ത്രീയുടെ മാത്രം നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പുരുഷന് ഒരു സ്ത്രീയുള്ള സദസ്സിൽ എല്ലാം അഴിച്ചിട്ട് അല്ലെങ്കിൽ അർദ്ധനഗ്നനായിട്ട് ഒരു സ്ത്രീയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്ലാം കടുത്ത തോതിൽ വളരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇതുപോലെ പുരുഷൻ്റെ മുന്നിൽ സ്ത്രീയും പ്രത്യക്ഷപ്പെടൽ നിരോധിച്ചിട്ടുണ്ട്. പൊതുവെ സ്ത്രീകൾക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ ധാരാളം പുരുഷന്മാരെ കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ മുഖവും കൂടി മറച്ച് നടന്നാൽ അവർക്ക് സുരക്ഷയുണ്ട് എന്ന് പറയുന്ന ഖുർആൻ മുഅ്മിനീങ്ങളോട്, പുരുഷന്മാരോട് എന്ത് പറയുന്നു? കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഓ മുഅ്മിനീങ്ങളെ, മുസ്ലിം പുരുഷന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തിക്കളയണം. പുരുഷൻ എന്തും ചെയ്യാം, ഏത് സ്ത്രീയെയും നോക്കാം, എവിടെയും പോകാം, ഏത് സ്വാതന്ത്ര്യവുമുണ്ട്, ആബ്സല്യൂട്ട് ഫ്രീഡമാണ് ഇത്തരം വിഷയങ്ങളിൽ എന്നല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് സ്ത്രീക്ക് പുരുഷനെ നോക്കാൻ പാടില്ല, പുരുഷൻ്റെ മുമ്പിൽ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് അവളുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുപോലെ തന്നെ പുരുഷനും ചില നിയന്ത്രണങ്ങൾ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം. ലോകത്തെ മുഴുവൻ മതങ്ങളും മതത്തിൻ്റെ അനുയായികളോട് കൽപ്പിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്. ഇവിടെ ഒരു മതവും അതിൻ്റെ മതത്തിൻ്റെ അനുയായികളോട് നിങ്ങൾ തലയിൽ തട്ടമിടരുത്, അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിച്ചിട്ടാണ് നടക്കേണ്ടത്, നിങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു മതവും പറയുന്നില്ല. നമുക്ക് പല മതങ്ങളെക്കുറിച്ച് എടുത്തു നോക്കിയാൽ അതിലെ പുണ്യ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവർ സ്വാമിനിമാരാകട്ടെ കന്യാസ്ത്രീകളാകട്ടെ ആരാവട്ടെ, അവരൊക്കെ തലയിൽ തട്ടിട്ട് നടക്കുന്നതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. എന്തുകൊണ്ട് പുണ്യം എന്നുള്ളത് ചില പ്രത്യേകമായ സ്ത്രീകൾക്ക് മാത്രം റിസർവ് ചെയ്തു എന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം. ഇസ്ലാമിൽ എല്ലാ സ്ത്രീകളും പുണ്യം ചെയ്ത സ്ത്രീകളാണ്, പുണ്യമുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് അവർ തലയും തട്ടവും ഒക്കെ ധരിച്ച്, തലയിൽ തട്ടം ധരിച്ച് മുഖം മറച്ചിട്ടാണ് നടക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ എല്ലാ സ്ത്രീകളോടും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ എപ്പോഴും അടക്കി ഒതുക്കി നിർത്തുകയല്ല ചെയ്തത്. വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ശരീരം മൊത്തം പ്രദർശിപ്പിച്ച് അന്യ ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വളരെ മലീമസമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലൊരു റിപ്പോർട്ട്, ഒറ്റ റിപ്പോർട്ടാണ് വന്നത്. ഒരു റിപ്പോർട്ട് തന്നെ വന്നപ്പോൾ ലോകത്തിന്, കേരളത്തിന് ഇതൊക്കെ മനസ്സിലാകാൻ മാത്രം പാകത വന്നു എന്നുണ്ടെങ്കിൽ മുഴുവൻ തൊഴിലിടങ്ങളിലെയും പീഡനത്തിൻ്റെ കഥകളുടെ റിപ്പോർട്ട് വന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളുടെയും പ്രസക്തി 100% മനസ്സിലാകും എന്ന് നമുക്ക് ഈ കോൺഫറൻസിൽ നിന്ന് വളരെ ധൈര്യപൂർവ്വം പറയാൻ കഴിയും. അത്രമാത്രം ഡീസൻ്റായിട്ട് ലോകത്ത് സ്ത്രീകൾക്ക് നടക്കാൻ കഴിയുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ്, ഒരു സംവിധാനമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സംവിധാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമലാ സുറയ്യയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കമലാ സുറയ്യ ട്രെയിനിൽ കയറിയപ്പോൾ ചില പുരുഷന്മാർ അവരെ ആക്രമിക്കാൻ തുടങ്ങി, അവരെ ലൈംഗികമായിട്ട് ചുവയുള്ള പീഡനങ്ങൾ നടത്താൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? ഉടനെ ബാത്റൂമിൽ കയറി ഒളിച്ചു. ട്രെയിനിൻ്റെ ബാത്റൂമിൽ ആരോ മറന്നു വെച്ച ഒരു പർദ്ദയുണ്ടായിരുന്നു അത്രേ. ആ പർദ്ദയിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ഒരു പുരുഷനും ആക്രമിക്കാൻ വന്നില്ല എന്ന് കമലാ സുറയ്യ എഴുതി വച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് ഈ വളരെ ചെറിയൊരു കഥയാണെങ്കിലും അത് നൽകുന്ന വളരെ ഒരു വലിയ മെസ്സേജ്? അതാണ് നേരത്തെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതിനായൂറഫ്ന ഫലായുദൈൻ, നിങ്ങൾ തിരിച്ചറിയപ്പെടുകയും അങ്ങനെ നിങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ലോകത്തൊരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾക്കിവിടെ സുരക്ഷയോടുകൂടി ജീവിക്കണം. ആ ജീവിതമാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് സംവിധാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകൾ ലോകത്തിൽ ചെയ്തത്? ഫെമിനിസം എന്നുള്ള ലോകത്ത് വന്ന എല്ലാ ഇസങ്ങളും അത് യൂറോപ്പിലാണ് അതിൻ്റെ ഒട്ടുമിക്ക ഇസങ്ങളുടെയും പിറവിയുണ്ടായത്. തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കമ്മ്യൂണിസം ഉണ്ടായി. ഇതുപോലെ സ്ത്രീകൾ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഫെമിനിസം ഉണ്ടായി. എന്തായിരുന്നു സ്ത്രീകൾക്ക് കിട്ടിയ പീഡനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യൂറോപ്പിൽ
1492 ശേഷം യൂറോപ്പിൽ 1492 ശേഷം ഇസ്ലാം ഉണ്ടായിട്ടേ ഇല്ല. പിന്നീട് ഇസ്ലാം വരുന്നത് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. അവിടെ ഉണ്ടായിരുന്ന 50 ലക്ഷം മുസ്ലിങ്ങളെയും കൊല്ലുകയോ നാടുകടത്തപ്പെടുകയോ മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇത്രയും പോന്ന ഈ 4 നൂറ്റാണ്ട് കാലം അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പഠിക്കാൻ ആവശ്യമുള്ളവ എല്ലാവരും പഠിക്കണം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നുണ്ട്, ജർമ്മനിയിലെ ചില പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകളെ അവരുടെ ഭാര്യമാരെ വിൽക്കാനുള്ള അവകാശം പോലും പുരുഷന്മാർക്കുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എന്നാണ് യൂറോപ്പ് സ്വത്തവകാശം നൽകാൻ തുടങ്ങിയത്? ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 40-30 വർഷമായിട്ടുള്ളൂ വിവാഹം കഴിച്ച ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അവരുടെ സ്വത്തുക്കൾ അവരുദ്ദേശിക്കുന്നത് പോലെ വ്യവഹാരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ നിയമം അനുശാസിച്ചത്. അതിനു മുമ്പ് വിവാഹം കഴിച്ച ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അവരുടെ സ്വത്തുക്കൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവരുടെ നിയമം നൽകിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ യൂറോപ്പിലെ മുഴുവൻ സ്ത്രീകളും വളരെ കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ പീഡിത ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ ഫെമിനിസം എന്നുള്ളത്. അവർ റോഡിലിറങ്ങി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതൊരു പുതിയ ഇസമായിട്ട് രൂപാന്തരപ്പെട്ടു. തുടക്കത്തിൽ അതിന് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിലും എല്ലാ ഇസങ്ങളും പരാജയപ്പെട്ടതുപോലെ ഫെമിനിസവും പരാജയപ്പെട്ട് ഇന്ന് എവിടെയെത്തി? സ്ത്രീയുടെ ശരീരം എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത്. തീപ്പെട്ടിയുടെ കൂടിന്മേൽ വരെ നഗ്നയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ കൊടുത്താലാണ് കൂടുതൽ വിറ്റഴിക്കപ്പെടുക എന്നുള്ളിടത്ത് വരെ സ്ത്രീയെ വളരെ മലീമസമായി വൃത്തികേടായി ചിത്രീകരിച്ച ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് പോസ്റ്ററിലും ഏത് ചുവരുകളിലും എവിടെയും സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിച്ചേ പറ്റൂ എന്നുള്ളത് ഇവിടെ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന് അതിന് കൂട്ടു നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നതെങ്കിൽ ലോകത്ത് മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഫെമിനിസം ഇത്രമാത്രം സ്ത്രീകളെ അവഹേളിക്കാനും സ്ത്രീകളുടെ ശരീരം എന്നുള്ളത് മാർക്കറ്റിൽ ഏറ്റവും വലിയ വിറ്റഴിക്കപ്പെടുന്ന ചരക്കാക്കി മാറ്റുകയും ചെയ്തപ്പോൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അക്രമൻ നിസാ ഇല്ലാ കരീമൻ. സ്ത്രീകളെ നിങ്ങൾ നല്ലവണ്ണം മാന്യമായിട്ട് അവരോട് പെരുമാറണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരെ മാർക്കറ്റിൻ്റെ ചരക്കാക്കി മാറ്റുകയല്ല വേണ്ടിയത്. സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരാളെക്കുറിച്ചും അദ്ദേഹം കരീമാണ്, മാന്യനാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. വല അഹാനഹുന്ന ഇല്ലാ ലഈമുൻ. സ്ത്രീകളെ മാർക്കറ്റിലേക്കും മറ്റും വലിച്ചിഴച്ച് അവർക്ക് വേണ്ടത്ര സുരക്ഷ നൽകാതെ അവരെ നിന്ദ്യരാക്കി, അവരെ കുറ്റപ്പെടുത്തി, അവരെ സമൂഹത്തിൻ്റെ വിൽപ്പന ചരക്കാക്കി ആരെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമായ ആളുകളാണ്. അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രവുമല്ല, അലാ ഉഖ്ബിറുക ബിഖൈർ മാ യക്നിസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെ, അതെന്താ? അൽ മർഅത്തു സ്വാലിഹ. നല്ല യുവതി എന്നുള്ളതാണ്, നല്ല സ്ത്രീ എന്നുള്ളതാണ്. അദ്ദുന്യാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ലോകത്ത് ഒരുപാട് സാധനങ്ങളുള്ളതാണ്. ലോകം എന്ന് പറഞ്ഞാൽ, ഭൂമി എന്നുള്ളത് പറഞ്ഞാൽ വ്യത്യസ്ത സാധനങ്ങളുള്ളതാണ്. ഇതൊരു കാറ്റല്ല, അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, എല്ലാം അനുഭവിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ആദരിക്കപ്പെടേണ്ട, എല്ലാ നിലക്കും മുന്തിയ സാധനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ മാർക്കറ്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരരുത് എന്നാണ് നമ്മുടെ പ്രത്യാശാസ്ത്രം, നമ്മുടെ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നത്. ഇവിടെ വലിയൊരു വിവാദം എന്താ? സ്ത്രീയും പുരുഷനും തുല്യമാണോ? ലോകത്തുള്ള മുഴുവൻ നിയമങ്ങളും വന്നത് അതിനാണ്. 1948 ലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ലോകത്തിന് ഒരവകാശം എന്നുള്ള പേരിൽ UDHR വരുന്നത്. അതിനു മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അവകാശങ്ങളെക്കുറിച്ച് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല.
അറഫ പ്രഭാഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് നബി തങ്ങൾ വിടവാങ്ങിയത്. അത്തരം ഒരു പ്രവാചകൻ്റെ 1400 വർഷങ്ങൾ പിന്നിട്ട് 1948 UDHR എന്ന് പറയുന്ന യുണൈറ്റഡ് നാഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അവകാശ പ്രഖ്യാപനം വന്നത്. ഈ അവകാശ പ്രഖ്യാപനം മുതൽ 1950 പാസ്സാക്കിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ ലോകത്തുള്ള മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം എടുത്തു നോക്കിയാൽ സ്ത്രീയും പുരുഷനും തുല്യമാണോ അല്ലേ എന്നുള്ളതാണ് ചർച്ച. എന്നാൽ പരിശുദ്ധ ഖുർആൻ്റെ നിലപാടെന്താ? സ്ത്രീയാണോ തുല്യൻ, പുരുഷനാണോ മുന്തിയത്, സ്ത്രീയാണോ മുന്തിയത്, ഇവർ തുല്യരാണോ എന്നല്ല പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത്. സ്ത്രീയും പുരുഷനും ഇണകളാണ്, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തേണ്ടതല്ല, അവർ ഒന്നാണ്, മനുഷ്യരാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരായിട്ട് ചർച്ച ചെയ്യുന്നത് പോലും അപകടകരമാണ്. ആ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് നിങ്ങളെ, ആണിനെയും പെണ്ണിനെയും ഒരുപോലെ സൃഷ്ടിച്ച അള്ളാഹു എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രതിപാദിക്കുന്നു. എന്ന് മാത്രവുമല്ല, മറ്റൊരു സ്ഥലത്ത് പറയുന്നത് എന്താ? ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുൻ. ഓ ആണുങ്ങളെ, പുരുഷന്മാരെ, സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ ഇണകളാണ്. പരസ്പരം മാറ്റി നിർത്തി ആർക്കാണ് തുല്യത എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് ആയിഷ ബീവി പറയുന്നു, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഷഖീഖത്തുകളാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഭാഗം തന്നെയാണ്. അതിനെ മാറ്റി നിർത്തി, ഭാഗത്തെ മാറ്റി നിർത്തി ഈ ഭാഗത്തിനാണോ കൂടുതൽ ശ്രേഷ്ഠത അല്ലെങ്കിൽ മറ്റേ ഭാഗത്തിനാണോ കൂടുതൽ ശ്രേഷ്ഠത എന്ന് ചർച്ച ചെയ്യേണ്ടതില്ല, രണ്ടും ഒന്നാണ് എന്ന് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇണകളായി പരിചയപ്പെടുത്തി, മനുഷ്യരായി പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്കുള്ള മുഴുവൻ അവകാശങ്ങളും സ്ത്രീകൾക്കും അവകാശിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കുള്ള മുഴുവൻ അവകാശങ്ങളും സ്ത്രീകൾക്കും അവകാശിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനന്തരാവകാശം ലോകത്ത് ഇസ്ലാമിലല്ലാത്ത മുഴുവൻ മതങ്ങളിലെയും സ്ത്രീകൾക്ക് ഏറ്റവും അവസാനമാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അനന്തരാവകാശം കിട്ടിയിട്ട് 1400 വർഷങ്ങളായി. ലോകത്ത് ഇത്ര എല്ലാ അവകാശങ്ങളും വെച്ചു കൊടുത്തു. എത്രമാത്രം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് ചില ബാധ്യതകളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ അവർക്ക് ചില അവകാശങ്ങളും ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നലക്കും അലാ നിസാഇക്കും ഹഖ. പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് നിങ്ങൾ ചില അവകാശങ്ങൾ വീട്ടേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് വളരെ ശക്തമായിട്ടുള്ള അവകാശങ്ങൾ നൽകി. എത്രമാത്രം! അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളുടെ മേൽ ശക്തമായ അവകാശം നൽകേണ്ടവരും അവരുടെ ബാധ്യത നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവുമുള്ളവരാണ് പുരുഷന്മാരെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വലൈസത് ദക്കറു കല്ലുൻസ. സ്ത്രീകൾ എന്നുള്ളതും പുരുഷനും എന്നുള്ളതും ഉത്തരവാദിത്വത്തിൻ്റെ വിഷയത്തിൽ അവകാശങ്ങളെ വീട്ടുന്നതിൽ ഒരുപോലെയല്ല. പുരുഷൻ്റെ അവകാശങ്ങൾ, സ്ത്രീയുടെ അവകാശങ്ങൾ വീട്ടേണ്ട ഉത്തരവാദിത്വം പുരുഷനിൽ കുറച്ച് കൂടുതലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നല്ല, ഇത്തരം ഒരുപാട് ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ അവകാശങ്ങളെ നിരന്തരമായിട്ട് ഉണർത്തി. അനന്തരാവകാശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലോ, സ്വഹാബികളിൽ നിന്നുള്ള ഒരുപാട് പണ്ഡിതന്മാരെ നമുക്കറിയാം. എന്നാൽ സ്വഹാബിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച 1500 പണ്ഡിതകളായിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തിയ ഒരു മതമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി രചിച്ച അൽ ഇസ്വാബ ഫി മഅരിഫത്തി സ്വഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1500-ലധികം വരുന്ന പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകളെ പരിചയപ്പെടുത്തി. ലോകത്ത് ഏത് മതത്തിനാണ്, ഏത് രാഷ്ട്രത്തിനാണ്, ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് ഇത്രയധികം പണ്ഡിതകളായിട്ടുള്ള സ്ത്രീകളെ പരിചയപ്പെടുത്താൻ കഴിയുക?
ലോകം ഇത്രമാത്രം വികസിച്ചിട്ടും ഈ ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ലോകം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം, സ്ത്രീ ലോകത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിധവകൾ എന്ന് പറയുന്നത്. വിധവകളെക്കുറിച്ച് നമുക്കറിയാം. കാശിയിലും വാരാണസിയിലും ഒക്കെ പോയി നോക്കിയാൽ വിധവകളെ അവിടെ കൊണ്ടുവന്ന് തട്ടാറാണ് പതിവ്. തലമുണ്ടനം ചെയ്ത വിധവകൾ അവരവിടെ തന്നെ കിടന്ന് മരിക്കാറാണ് പതിവ്. വിധവകൾക്ക് പുനർവിവാഹം നൽകിയത് ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളും പുനർവിവാഹം നൽകിയത് ഈ അടുത്ത് അതാത് രാഷ്ട്രങ്ങൾ സ്ഥാപിച്ച നിയമങ്ങളിലൂടെയാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? അസ്സാഇ അലൽ അർമിലത്തി കൽ മുജാഹിദി ഫീ സബീലില്ലാ. വിധവകൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവൻ ദീനിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. ദീനിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനോട് തുലനം ചെയ്തിട്ടാണ് വിധവകളെ സംരക്ഷിക്കാനും അവരെ കുടിയിരുത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇസ്ലാമിലെ ത്വലാഖ് ഇന്ന് വളരെ വലിയ ചർച്ചയാണ്. ത്വലാഖിന് എതിരെ നിയമനിർമ്മാണങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ മാരേജ് ആക്ട് അത് 1955 പാസ്സാക്കിയ മാരേജ് ആക്ടിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ, ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളിൽ ഒരാണ് ഒരു പെണ്ണിനെ ഡൈവേഴ്സ് ചെയ്താൽ ആ പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും 1 വർഷം ആ ആണിൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ. നേരെ തിരിച്ച് ഒരു പെണ്ണാണ് ആണിനെ തൊലാക്ക് എഴുതിയതെങ്കിൽ അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തതെങ്കിൽ ആണ് പെണ്ണിൻ്റെ കൂടെയും ജീവിച്ചേ പറ്റൂ എന്നുള്ള നിയമം പാസ്സാക്കിയ ഒരു നാടാണ് നമ്മളെ നാട്. ആ അത്തരം നിയമങ്ങളിലേക്കാണ് ഇന്ന് മുത്തലാഖ് ബില്ല് എന്ന് പറയുന്ന പല ബില്ലുകളും എത്തിപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ആത്യന്തികമായൊരു പ്രശ്നം വന്നത്? ഇത്തരം വിധികളൊക്കെ കോടതികളിൽ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടു. അവസാനം മുഴുവൻ കോടതികളും വിധിച്ചു ഇത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്, ജീവിക്കാനുള്ള അവകാശത്തിന് പോലും എതിരാകുന്ന നിയമങ്ങളാണ് വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന മാരേജ് ആക്റ്റിൽ പോലും നമ്മുടെ ഭരണകർത്താക്കൾ പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ത്വലാഖിൻ്റെ വിഷയത്തിലാണെങ്കിലും വൈവാഹിക വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഇവിടെ സജ്ജീകരിച്ച സംവിധാനിച്ച നിയമങ്ങളെ നമ്മൾ വിശദമായിട്ട് എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മതത്തിൻ പരിശുദ്ധ ഖുർആൻ സംവിധാനിച്ച ഈ സംവിധാനത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ന്യൂനതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ മുഴുവൻ ജനങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അറഫ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങുമ്പോൾ പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖസ്തുമൂഹുന്ന ഫി അമാനത്തില്ലാ. മുഴുവൻ സ്ത്രീകൾക്കുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വാക്ക്, ഓ പുരുഷരെ, നിങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കണം. അള്ളാഹുവിൻ്റെ അമാനത്തുമായ വിശ്വാസ്യതയിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കുടുംബത്തിലും ഒരു നാട്ടിലും ഒരു രാഷ്ട്രത്തിലും ഒരു ലോകത്തും ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്ത്രീയെ കൂട്ടിപ്പിടിച്ച, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന, ശാക്തീകരിക്കപ്പെട്ട, സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മതമാണ് നമ്മുടെ മതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.